തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരം പലവിധ അക്രമങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. സ്ത്രീപീഡനം, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ, വയോജനങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ മറ്റേത് ജില്ലയിലും നടക്കുന്നത് പോലെ തിരുവനന്തപുരത്തും തലസ്ഥാന ജില്ലയിലും നടക്കാറൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തിനുമേതിനും പ്രതികരിക്കുന്ന തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിലെ ഒരു സംഭവം. തിരുവനന്തപുരത്തെ ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച മുതിർന്ന അഭിഭാഷകൻ എന്ന് എടുത്തു പറയണം. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെതിരെ ബാർ കൗൺസിൽ നടപടി ഒടുവിൽ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന് സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അല്ല, സംസ്ഥാന ബാർ കൗൺസിൽ. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും തുടർ നടപടികൾ പിന്നീടുണ്ടാകുമെന്നും വേണമെങ്കിൽ സന്നദ്ധ തന്നെ റദ്ദാക്കാനുള്ള അതിക്രമമാണ് ഈ മുതിർന്ന അഭിഭാഷകൻ ചെയ്തതെന്നും ബാർ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ബാർ അസോസിയേഷൻ അല്ല. പിന്നെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ ബെയ്ലിൻ ദാസിന് ഈ ദിവസം മുതൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരണം. ബെയ്ലിൻ ദാസ് ചെയ്തത് നിന്ദ്യമായ നടപടി എന്നാണ് ബാർ കൗൺസിൽ വിലയിരുത്തിയത്. അക്രമം അഭിഭാഷകക്കെതിരായാലും ഒരു വീട്ടുജോലിക്കെതിരായാലും അത് പൊറുക്കാനാകാത്ത കുറ്റം തന്നെയാണ്. നിയമത്തിന് മുന്നിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളോട് നിയമത്തിന് ഒരേ സമീപനം തന്നെയാണ്. കുറ്റവാളി ആരാണെന്ന് പോലും മുഖം നോക്കാതെയുള്ള നടപടികളാണ് പ്രതിയെ കാത്തിരിക്കുന്നത്. അത് ഉറപ്പാണ്. ഈ അഭിഭാഷകക്കെതിരെ അഭിഭാഷകൻ നടത്തിയ മർദ്ദനമായതുകൊണ്ടാകാം ചാനൽ സിംഹങ്ങളൊന്നും ഗർജിക്കുന്നില്ല, മുരണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അഭിഭാഷകൻ ആക്രമിച്ചതൊരു സാധാരണ സ്ത്രീയെ വല്ലമായിരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ കൊച്ചിയിൽ ഹൈക്കോടതി പരിസരത്തൊക്കെ കണ്ടതുപോലെ കണ്ടേനെ ചാനൽ സിംഹങ്ങളുടെ ഗർജനം. 48 മണിക്ക് നീണ്ടു നിൽക്കുന്ന തുടർ ചാനൽ ലൈവുകൾ, പിന്നാമ്പുറത്ത് VR ദൃശ്യങ്ങളൊക്കെ ഇട്ടുള്ള സചിത്ര വിവരണം, എങ്ങനെ അഭിഭാഷകൻ മർദ്ദിച്ചു, അഭിഭാഷകയ്ക്ക് എങ്ങനെ മർദ്ദനമേറ്റു എന്നൊക്കെ. ഇതിപ്പോൾ ഒരു അഭിഭാഷകയെ മർദ്ദിച്ചത് കൊണ്ട് ചാനലുകാരൊന്നും മിണ്ടുന്നില്ല. പിന്നെ പത്രങ്ങളുടെ കാര്യം, അവരത് ഒരുവിധം നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം അതവരുടെ ജോലിയാണ്, ലോക്കൽ പേജ് നിറയ്ക്കണം. ഗർഭിണിയായിരുന്ന സമയത്തും ബെയ്ലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നതായും പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ ബെയ്ലിൻ ദാസിനെ വക്കീൽ ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തിയതായും അവർ പോലീസിനെ തടഞ്ഞതായും ഒക്കെ ഈ അഭിഭാഷക പറയുന്നുണ്ട്. വക്കീൽ ഓഫീസിൽ നിന്നും ബെയ്ലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്നാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ നിലപാടെന്നാണ് ശ്യാമിലി പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. പോലീസിന് മാത്രമല്ല, വേറൊരിടത്തും ഈ യുവ അഭിഭാഷക പോലീസിന് മുമ്പ് വേറൊരിടത്തും ഇതുപോലെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന വാർത്ത മാതൃഭൂമി ദിനപത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് ഈ മാതൃഭൂമി പത്രം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആ സംഭവത്തിൽ മനസ്സിലുടക്കിയ ഒരു വാചകമുണ്ട്. പോലീസിൽ കേസ് കൊടുത്തിട്ടും ചില മുതിർന്ന അഭിഭാഷകരുടെ സമ്മർദ്ദം കാരണം പോലീസ് കേസ് എടുത്തില്ല അത്രേ. അതോടെ അഭിഭാഷകരുടെ ഭർത്താവ് നേരെ ചെന്ന് കണ്ടത് CPMന്റെ സംസ്ഥാന നേതാവ് ആനാവൂർ നാഗപ്പനെയാണ്. സഖാവ് വളരെ കാര്യമായി വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് അഭിഭാഷകനെ സംരക്ഷിച്ചെന്ന അഭിഭാഷക സിംഹങ്ങൾ പത്തി താഴ്ത്തിയത്രേ. അപ്പോൾ തലസ്ഥാന ജില്ലയിലെ പോലീസിന് ഇതിൽ എന്താണ് റോൾ? എന്ത് കണ്ടിട്ടാണ് പാർട്ടി ഇതിൽ ഇടപെടേണ്ടി വന്നത്? CPM ഇടപെട്ടതിൽ തെറ്റൊന്നുമല്ല. ഇത്തരം മാനുഷിക സാമൂഹിക കാര്യങ്ങൾ കൂടി ഇടപെടാനുള്ളതാണ് പാർട്ടി സംവിധാനങ്ങൾ, പാർട്ടി നേതൃത്വം. പോലീസിനേക്കാൾ തനിക്ക് നീതി ലഭിക്കുക CPM വഴിയാണെന്ന് അഭിഭാഷകയുടെ ഭർത്താവിനും കുടുംബത്തിനും തോന്നിയെങ്കിൽ അതിൽ തെറ്റുമില്ല. അത് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ പിഴവ് തന്നെയാണ്. അതേസമയം ബാർ അസോസിയേഷനിലെ ആരും ബെയ്ലിൻ ദാസിനെ സഹായിച്ചിട്ടില്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ബാർ കൗൺസിൽ ഭാരവാഹികൾക്ക് പറയേണ്ടി വന്നു. ആരും അറസ്റ്റ് അടഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസിന് സ്വതന്ത്രമായ അന്വേഷണം ഇനി നടത്താമെന്നാണ് അവർ അറിയിച്ചത്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ പാറശാല സ്വദേശിയായ ശ്യാമിലിക്കാണ് ഇങ്ങനെ ക്രൂരമർദ്ദനമേറ്റത്. അടിയേറ്റ് താടിക്കും കണ്ണിനും വരെ ഗുരുതരമായി പരിക്കേറ്റു. താടിയിൽ തകർന്നു. കൈകൊണ്ടും പിന്നെ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് സ്റ്റിക്ക് കൊണ്ടും സീനിയർ അഭിഭാഷകൻ ഗുരുതരമായി മർദ്ദിച്ചു. മൊഴി വായിച്ചു നോക്കി ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ യുവ അഭിഭാഷക ശ്യാമിലിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഏതൊരു അമ്മയുടെയും ഉള്ളു പിടഞ്ഞു പോവും. അത്തരത്തിലുള്ള മർദ്ദനമാണ് ആ മുഖത്ത് ചുവന്ന് കരുവാളിച്ച് കിടക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വഞ്ചിയൂരിലെ ത്രിവേണി ആശുപത്രിയിലെ പ്രസിദ്ധമായ വക്കീൽ ഓഫീസിലായിരുന്ന അത്ര സംഭവം. ഒരാഴ്ച മുമ്പ് ശ്യാമിലിയെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടത്രേ. പിന്നീട് ഇതേ അഭിഭാഷകൻ തന്നെ തിരിച്ചു വന്ന് ജോലിക്ക് റീജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിച്ചാൽ തുടർന്ന് വന്നതാണ്. അപ്പോൾ ചോദിച്ചു, ഒരു സ്ത്രീയുടെ അവകാശമാണ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരുടെ ഒരു തൊഴിൽ ജീവനക്കാരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവിടെ അവകാശമാണ്
എന്തിനു തന്നെ പറഞ്ഞു വിട്ടു എന്നറിയാൻ, അതിൻ്റെ കാരണം അറിയാൻ. എന്നാൽ മാത്രമല്ലേ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലും തൻ്റെ പിഴവ് തൻ്റെ ഭാഗത്താണെങ്കിൽ ആ പിഴവ് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകൂ. പക്ഷേ അത് ചോദിച്ചതിനാണ് ഈ തറ തുടയ്ക്കുന്ന സ്റ്റിക്ക് കൊണ്ടുള്ള അടി. എന്തായാലും നല്ല അഭിഭാഷകൻ. അതുമാത്രമല്ല CPM നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ മറ്റൊരു സംഭവം കൂടി ഇതിലുണ്ടായിരിക്കുന്നു. വനിതാ കമ്മീഷൻ അടക്കം ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ബുധനാഴ്ച വനിതാ കമ്മീഷൻ അംഗങ്ങൾ ശ്യാമിലിയെ സന്ദർശിച്ച് മൊഴി രേഖപ്പെടുത്തി. CPM ഏറ്റെടുത്ത വിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രി P. രാജീവും ശ്യാമിലിയെ സന്ദർശിക്കാനെത്തി. മർദ്ദനമേറ്റത് ഗൗരവകരമായ സംഭവമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് മന്ത്രി പ്രതികരിച്ച് തിരിച്ചുപോയത്. കാരണം എന്താണ്? മന്ത്രിയെങ്കിലും വന്നില്ലെങ്കിൽ ആ യുവ അഭിഭാഷകയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് പാർട്ടിക്കറിയാം. പ്രതിയെ രക്ഷപ്പെടാൻ സാധിച്ചവർ കുറ്റവാളികളാണെന്ന് മന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാകും പ്രതികൾ? പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്ന പോലീസിനെ തടഞ്ഞവരും പ്രതിയും ഒക്കെ. പ്രതി എവിടെയാണിപ്പോൾ? ഒളിവിലാണ്. ആരാ ഒളിപ്പിച്ചിരിക്കുന്നത് അറിയില്ല. പക്ഷേ പോലീസിനും അറിയാം, അഭിഭാഷക സിംഹങ്ങൾക്കും അറിയാം. എന്തായാലും പോലീസ് പിടിച്ചിരിക്കും ഉറപ്പ് പ്രതിയെ. ചെയ്ത തെറ്റിന് ഒരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് അത് അഭിഭാഷകനായാലും അഭിഭാഷകയായാലും പരസ്പരം തമ്മിലടിച്ചാൽ നിയമത്തിൻ്റെ പരിരക്ഷ തങ്ങൾക്കുണ്ടാകുമെന്ന ഒരു ധാരണയും വേണ്ട എന്നാണ് വീണ്ടും ഈ സംഭവം അഭിഭാഷകരെയും പൊതുസമൂഹത്തെയും ഓർമ്മിപ്പിക്കുന്നത്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.